വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ അശ്വതി ജോഷി. ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ വന്നല്ലേ? എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് വന്നിട്ടുള്ളത്? സെറ്റ് എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്ന നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണും, PSCയുടെ ഏജ് അല്ലേ, എക്സാം എഴുതുന്നതിനുള്ള ഏജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ പ്രയോജനം? ജനറൽ പേപ്പറിന് 44 ഇയേഴ്സ് ആക്കി അല്ലേ, 4 വർഷമാണ് കൂട്ടിയത്. അതുപോലെ OBCക്കും SC/STക്കും അതിൻ്റേതായ പ്രാധാന്യത്തോടു കൂടി വർഷങ്ങളുടെ വർധനവ് ഉണ്ടാകും. ആർക്കാ പ്രയോജനം? നിരാശരായിരുന്ന ഒത്തിരിയധികം കുട്ടികളുണ്ട് അല്ലേ? കഴിഞ്ഞ HSST എഴുതാൻ സാധിക്കാത്ത, VHS എഴുതാൻ സാധിക്കാത്ത ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുണ്ടാകുക അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം ഇത്തവണ ആ സെറ്റ് കൃത്യമായിട്ടും പഠിച്ച് പാസ്സാകുക. അടുത്ത തവണത്തെ HSSTക്ക് വേണ്ടിയിട്ട് വളരെ വേഗം പ്രിപ്പറേഷൻസ് ആരംഭിച്ചു കൊള്ളുക അല്ലേ? അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെട്ടിട്ടില്ല, വീണ്ടെടുക്കുകയാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ ഉഴപ്പിയിരുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ മതി പഠിക്കാനായിട്ട്. ഇനിയുള്ള 30 ദിവസങ്ങൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതോടൊപ്പം റിവിഷനും, അതാണ് ആവശ്യം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒക്കെ കുട്ടികൾ തെളിയിച്ച കാര്യമാണ്. 30 ദിവസം കൊണ്ടും 45 ദിവസം കൊണ്ടും 15 ഡേയ്സ് കൊണ്ടും ഒക്കെ പഠിച്ച കുട്ടികളുണ്ട്. അപ്പം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ ഓപ്പർച്യൂണിറ്റിയും നഷ്ടപ്പെടുത്തരുത്. ഏജ് കൂട്ടി ഇനി എനിക്ക് പഠിക്കാൻ സമയമുണ്ട് എന്ന് കരുതി മാറ്റി വെക്കരുത്. സമയം വളരെ വേഗം കടന്നു പോകും. ഒരു നിരാശ നിങ്ങളെ ബാധിച്ചതാണ്. അപ്പം അടുത്ത നിരാശയ്ക്ക് ഇട കൊടുക്കരുത്. കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുക. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് PYQ ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? എങ്ങനെ പഠിക്കണമെന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഏതൊക്കെ ഏരിയ ഒക്കെ പഠിക്കണമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്നും നമ്മൾ അതുപോലെ PYQ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓരോ PYQ നോക്കുമ്പോഴും ആ പാർട്ടിൽ നിന്ന് എന്ത് ഞാൻ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ പിക്ചർ ഒരു കാരണവശാലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായരുത്. ഇതിലൊരു ഫോട്ടോ ആരുടേതാണ്? എൻ്റേതാണ്, അതായത് നിങ്ങളുടേതാണ് എന്ന് ഉറപ്പിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പം നമുക്ക് സമയം അധികം കളയാനില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും അല്ലേ? എക്സാം എഴുതിയിട്ടുള്ളവരാണെങ്കിൽ PYQ കണ്ടിട്ടുള്ളതായിരിക്കും. നോക്കൂ, ബേസിക് എഡ്യൂക്കേഷൻ വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ ഇന്ത്യ ബൈ. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു പക്ഷേ 4ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ ഉത്തരം അറിയാമായിരിക്കും അല്ലേ? ശരിയാണ്, നിങ്ങൾക്കറിയാം. ആരാണ്? ഗാന്ധിജിയാണ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആരെയൊക്കെ കുറിച്ച് അറിഞ്ഞിരിക്കണം? ഫേമസ് പേഴ്സണാലിറ്റീസ്, അത് പഠിച്ചിരിക്കണം കേട്ടോ. കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എല്ലാ സെറ്റ് എക്സാമിനും വരുന്നതാണ്, നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 2016 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അരബിന്ദോ ഉണ്ടാകും, രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ടാകും, സ്വാമി വിവേകാനന്ദ ഉണ്ടാകും, ഗാന്ധിജി ഉണ്ടാകും. അപ്പം ഇത്രയും പേരെക്കുറിച്ചും എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. അപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. എഴുതി വെച്ചോ, ഇത് പഠിച്ചോ, വരും എക്സാമിന് വരും, ഉറപ്പായിട്ടും വരും. ഇവിടെ ആൻസർ ഗാന്ധിജിയാണ്. ബേസിക് എഡ്യൂക്കേഷൻ ഓൾസോ നോൺ ആസ് വാർത്താ സ്കീം ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ ഓർ നിങ്ങൾക്കറിയാം നൈതാലീം അല്ലെ, വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ ഇന്ത്യ ബൈ മഹാത്മാഗാന്ധി. നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും പേഴ്സണാലിറ്റിയെ കുറിച്ച് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ഫോക്കസ് ചെയ്യണം. പഠിക്കുന്നത് ഇങ്ങനെയാണ്. PYQ എടുക്കുക, അതിൻ്റെ 4 ഓപ്ഷൻസ് നോക്കുക. ആ 4 ഓപ്ഷനും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അടുത്ത, എ പ്രോഗ്രസീവ് ടീച്ചിങ് ഫിലോസഫി ദാറ്റ് ചലഞ്ചസ് സ്റ്റുഡൻസ് ടു എക്സാമിൻ പവർ സ്ട്രക്ചേഴ്സ് ആൻഡ് പാറ്റേൺസ് ഓഫ് ഇൻഇക്വാലിറ്റി വിത്തിൻ ദ സ്റ്റാറ്റസ് quo വാസ് പുട്ട് ഫോർവേഡ് ബൈ. ഇവിടെയും വന്നിട്ടുണ്ട്. ഫേമസ് പേഴ്സണാലിറ്റിയാണ്. അതായത് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ? ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ്. രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ട്, സ്വാമി വിവേകാനന്ദ, പൗലോ ഫ്രേറെ, സോക്രട്ടീസ്, ഇത്രയും പേരുണ്ട് അല്ലെ? അപ്പൊ ഇവിടെയും രവീന്ദ്രനാഥ് ടാഗോറിനെയും സ്വാമി വിവേകാനന്ദനെയും പൗലോ ഫ്രേറെയും സോക്രട്ടീസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ ഉത്തരം പൗലോ ഫ്രേറെയാണ്.
അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 2 ചോദ്യങ്ങൾ. അപ്പോൾ പേഴ്സണാലിറ്റീസ് വിട്ടുകളയാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അനു ഷോസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ പെർഫോമൻസ് ഇൻ ഡിസൈനിങ് ആൻഡ് പ്രിപ്പയറിംഗ് സ്കെച്ചസ്. ഷീ ഈസ് ഡോമിനന്റ് ഇൻ. ഏത് ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണിത്? ആദ്യം അത് മനസ്സിലാക്കുക. ഇൻ്റലിജൻസ്. നിങ്ങൾക്ക് ഹൊവാർഡ് ഗാർഡനറുടെ കാര്യം നോക്കുമ്പോൾ ഇൻ്റലിജൻസിൻ്റെ ഭാഗത്ത് നിന്ന് എത്ര 9 ഇൻ്റലിജൻസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലേ? അത് എത്രയും നോക്കിയിരിക്കണം. എല്ലാ എക്സാമിനും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനും 1-2 ക്വസ്റ്റ്യൻ ഇൻ്റലിജൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും ഉണ്ടാകും. നോക്കാതെ പോകരുത്. അപ്പോൾ ഇവിടെ ഉത്തരം എന്തായിരിക്കും? എന്താ? വിഷ്വോ സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ. അപ്പോൾ ആ 9 എണ്ണത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. ഏതോ ഒരൊന്ന് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ, അതും അറിഞ്ഞിരിക്കണം കേട്ടോ. കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചും കൃതികളെക്കുറിച്ചും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ആർട്ടിക്കിൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആർട്ടിക്കിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ച് വെച്ചിരിക്കണം, എഴുതി നോക്കി പഠിക്കണം. ചെറിയ മൈക്രോ നോട്ട്സ് ആക്കി എഴുതി വേണം പഠിക്കാനായിട്ട് കേട്ടോ. ദ ആർട്ടിക്കിൾ ഡാഷ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുവേഴ്സ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. എത്ര തവണ വന്നിട്ടുള്ളതാ അല്ലേ? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഓഫ് ദ ഏജ് ഓഫ് 6 to 14 years. അപ്പോൾ ഇവിടെ ഏത് ആർട്ടിക്കിൾ എന്നാണ് ചോദിച്ചത്? ചിലപ്പോൾ ചോദിക്കുക എന്തായിരിക്കും? തിരിച്ചായിരിക്കും ചോദിക്കുക. ആർട്ടിക്കിൾ തന്നിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിരിക്കും ചിലപ്പോൾ താഴെ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ടാകുക. അപ്പോൾ എല്ലാ ആർട്ടിക്കിൾസിനെ കുറിച്ച് പറഞ്ഞിരിക്കേണ്ടേ? അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കും? മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം അല്ലേ? ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും വരിക? 21A ആണ്, നമ്മൾ പഠിച്ചതാണ്. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമല്ല, ബാക്കി ഇതുപോലെ മത്സര പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അല്ലേ? അപ്പോൾ ആരും മറക്കത്തുമില്ല. അടുത്ത് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞു ഫേമസ് പേഴ്സണാലിറ്റി പഠിക്കണമെന്ന് പറഞ്ഞില്ലേ? അതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണിത്. രവീന്ദ്രനാഥ ടാഗോർ suggested that the widest road leading to the solution of all our problem is. എന്താണ്? പെഡഗോജി ആണോ, ടീച്ചേഴ്സ് ആണോ, സൊസൈറ്റി ആണോ, എഡ്യൂക്കേഷൻ ആണോ? എന്തായിരിക്കും? എഡ്യൂക്കേഷൻ ആണ് അല്ലേ? എന്താണ്? എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ വാസ് ദ കീ ടു സോൾവിങ് സൊസൈറ്റി ഇഷ്യൂസ് ആൻഡ് ഇംപ്രൂവിങ് പീപ്പിൾസ് ലീവ്സ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലായില്ലേ? പേഴ്സണാലിറ്റീസിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും അല്ലേ? അപ്പോൾ എഴുതി വെച്ച് വെക്കുക. അടുത്ത എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. ഇനി concept of positive psychology was put forward by ജെറോമസ് ബ്രൂണർ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ അദ്ദേഹത്തെ കാണാതിരിക്കുന്നുണ്ടോ? ഇല്ല. എറിക് ബേൺ, മാർട്ടിൻ സെലിഗ്മാൻ, ആരോൺ ടി ബെക്ക്. ആരാണ് ഇവിടെ? ആൻസർ ഏതാണ്? ഞാൻ ജെറോമസ് ബ്രൂണറെ പറ്റി പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണോ എന്ന് സംശയമുണ്ടോ? അല്ല, അദ്ദേഹം അല്ല, മാർട്ടിൻ ആണ് കേട്ടോ. മാർട്ടിൻ സെലിഗ്മാൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്ത, you can tell the condition of the nation by looking at the status of the woman. Who made this statement? ആരാണ്? ഇവിടെ നിങ്ങൾ നോക്കൂ, അതേ ക്വസ്റ്റ്യൻ പേപ്പർ, സെയിം ക്വസ്റ്റ്യൻ പേപ്പർ. എനിക്ക് തോന്നുന്നു ജൂലൈ 2021 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഇത്തിരി പേഴ്സണാലിറ്റീസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഇനി അടുത്ത തവണ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പേഴ്സണാലിറ്റീസ് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട് വരാം. മനസ്സിലായോ? അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തു നോക്കുക. മോക്ക് ടെസ്റ്റിനൊക്കെ പ്രാധാന്യം കൊടുക്കുക, റിവിഷനും പ്രാധാന്യം കൊടുക്കുക. ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, സ്വാമി വിവേകാനന്ദ, രവീന്ദ്രനാഥ ടാഗോർ ഇവരെന്നും വിട്ടിട്ട് സെറ്റിനൊരു കളിയുമില്ല. ജവഹർലാൽ നെഹ്റു ആണ് ഇവിടുത്തെ ആൻസർ കേട്ടോ. എഴുതി വെച്ച് തന്നെ പഠിച്ചോ, ഇതൊക്കെ വരുന്നതാണ് കേട്ടോ. Unity and change are the basic principle of realism, naturalism, pragmatism, idealism. അല്ലേ? ഫിലോസഫി ഒന്നും പഠിക്കാതെ പോവുകയും ചെയ്യരുത്. ഫിലോസഫിയും സൈക്കോളജിയും ഒക്കെ അതെ,
പഠിക്കാതെ പോവുകയോ ചെയ്യരുത്. സിലബസ് വിട്ടൊരു കളിയില്ല. സിലബസ് മാസ്റ്റായിട്ടുള്ള ഒരു സിലബസാണ്. പക്ഷേ അതെന്ത് ചെയ്യരുത്, വലിച്ചു വാരി പഠിക്കരുത്. വരുന്ന ഭാഗങ്ങൾ മാത്രം ഫിൽട്ടർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഫിൽട്ടർ ചെയ്യാനൊന്നും നിങ്ങൾക്ക് ഒരുപക്ഷെ ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ആരുടെ സഹായം തേടാം, ഒരു സപ്പോർട്ട് തേടാവുന്നതാണ് കേട്ടോ. ഇവിടെ ഉത്തരം ഏതായിട്ട് വരും, പ്രാഗ്മാറ്റിസം കേട്ടോ. ഇനി അടുത്ത, to safeguard public property and to adjure violence is a fundamental duty which contained in Article Dash of Indian Constitution. ആർട്ടിക്കിൾ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ ആണോ വരുന്നത്? അല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുക. നിങ്ങൾ PSC പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, ഇനി PSC പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് കേരള റിനേസൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി, ഇപ്പോൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ഈ പാർട്ടൊക്കെ നിങ്ങൾ എവിടെ പഠിക്കുന്നതാണ്? കറണ്ട് അഫയേഴ്സ്, ഇതൊക്കെ എവിടെ പഠിക്കുന്നതാണ്? മറ്റ് എക്സാംസുകൾക്കും നിങ്ങൾ പഠിക്കുന്നതാണ്. അവിടെ നിന്നൊന്ന് നിങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? 51A ആണ്. ആർട്ടിക്കിൾ 51A നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 51A ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ outlines the fundamental duties of citizen and clause specifically states that it shall be the duty of every citizen to safeguard public property and to adjure violence. അല്ലേ, പഠിച്ചിട്ടുള്ളതാണ് 51A അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Triarchic theory of intelligence was put forward by. അപ്പം നമ്മൾ നേരത്തെ ഒരു ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഭാഗത്ത് നിന്നാണ് നമ്മൾ അത് കണ്ടത്. ആരുടേതായിരുന്നു? ഹവാർഡ് ഗാർഡനറുടേതായിരുന്നു. 9 ഇന്റലിജൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിലൊന്ന് ഒഴിവാക്കിയത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കുകൾ അതും അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഇവിടെ ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് ആണ് പുട്ട് ഫോർവേഡ് ബൈ ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാൾസ് ഫിയർമാൻ ആണോ, ഇയൽ തോണ്ടേക്ക് ആണോ, ഹൊവാർഡ് ഗാർഡനർ ആണോ, റോബർട്ട് സ്റ്റീൻബർഗ് ആണോ? അല്ലെ, ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട എത്ര വ്യക്തികളാണ് അല്ലെ. അപ്പൊ ഇവരെ കുറിച്ചെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവരുടെ തിയറിയും അറിഞ്ഞിരിക്കണം. ഇവിടെ ഉത്തരം ആരാണ്? സ്റ്റീൻബർഗ് ആണ്, റോബർട്ട് സ്റ്റീൻബർഗ് അല്ലെ. അപ്പോൾ 2 ഫാക്ടർ തിയറി, ഗ്രൂപ്പ് ഫാക്ടർ തിയറി അല്ലെ, ഇന്റലിജൻസ് തിയറിയുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഈ പാർട്ടിൽ നിന്നൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ വരുന്നതാണ്. Which among the following is an advantage of heuristic method? Heuristic method നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. Take a lot of time to plan and execute, opportunity to discover. അവിടെ ഉത്തരം കിട്ടിയല്ലേ. നമ്മൾ ഹ്യൂറിസ്റ്റിക് മെത്തേഡിന്റെ മറ്റൊരു പേര് പറയും, എന്താണ്? ഡിസ്കവറി ലേണിംഗ് അല്ലെ. ശരിയല്ലേ, ഡിസ്കവർ ചെയ്ത് പഠിക്കുക അല്ലെ. ടു ഫോളോ പാസീവ് ലേണിംഗ്, ടീച്ചർ ഡോമിനേറ്റഡ് ക്ലാസ് റൂം. അപ്പം നമുക്ക് ആൻസർ കിട്ടി അല്ലെ. അപ്പം മറ്റൊരു പേര് പഠിച്ചിരുന്നാൽ തന്നെ അറിയാൻ പറ്റും, ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കവർ അല്ലെ. ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡിനെ മറ്റൊരു പേരിൽ പറയുന്നതാണ് അല്ലെ. ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കവർ ആണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെ. അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കുകയും ചെയ്യാം. അടുത്ത ചോദ്യം നോക്കാം. എ പ്രൈമറി സ്കൂൾ ചൈൽഡ് ഫ്രീക്വൻലി മേക്സ് മിസ്റ്റേക്ക് ഇൻ റൈറ്റിംഗ് നമ്പേഴ്സ്, ഹി ഈസ് ഷോയിങ് ദ സിംറ്റം ഓഫ്. എപ്പോഴും ചോദിക്കുന്നതാണല്ലേ. ഒന്നുകിൽ ഡിസ്പ്രാക്സിയ ചോദിക്കും, അല്ലെങ്കിൽ ഡിസ്കാൽക്കുലിയ, അല്ലെങ്കിൽ ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ. ഇത് 4 ഇല്ലാത്ത ചോദ്യപേപ്പറേ ഇല്ല. ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ചോദിച്ചിരിക്കും. നോട്ട് ചെയ്ത് വെച്ചോ. ഓരോ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എവിടെ നിന്നാണോ അത് നോട്ട് ചെയ്ത് മൈക്രോ നോട്ട്സ് ആക്കി പഠിക്കുക തന്നെ വേണം. കൂടെ എക്സാംസും എഴുതി നോക്കണം കേട്ടോ. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് കരുതി എന്ത് ചെയ്യരുത്, എക്സാംസ് എഴുതി നോക്കാതിരിക്കരുത്. നെഗറ്റീവ് മാർക്ക് ഇല്ലല്ലോ, എനിക്ക് നെഗറ്റീവ് വരില്ലല്ലോ എന്ന് കരുതരുത് കേട്ടോ. ഇവിടെ ആൻസർ എന്താണ്? ഡിസ്ഗ്രാഫിയാണ്. ഒത്തിരി തവണ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. The psychological forgetting is also known as അല്ലെ. മെമ്മറി ഫർഗറ്റിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വിത്ഡ്രോവൽ ആണോ, ഇൻഹിബിഷൻ ആണോ, റിപ്രഷൻ, സപ്രഷൻ എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? സൈക്കോളജിക്കൽ ഫർഗറ്റിംഗ് എന്ന് പറയുന്നത് അത് റിപ്രഷനാണ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് നിന്നും പഠിക്കുക. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്?
Education should create a class of person. Indian in blood and color, but English in taste, in opinions, in morals, and in intellect. Which among the following recommended this? എഡ്യൂക്കേഷൻ കമ്മീഷൻ വളരെ കൃത്യമായിട്ട് പഠിക്കണം. ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി ആണോ, അതോ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആണോ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആണോ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ആണോ? ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. എല്ലാവർക്കും അറിയാം അല്ലേ, ഈ കോട്ട് എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. പഠിച്ചിട്ടില്ലേ? ഉണ്ട്. നിങ്ങൾക്ക് ആൻസർ അറിയാം. ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിയാണ് ഇവിടെ വരുന്ന. അതായത് മെക്കാളെ മിനിറ്റ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1835 മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ റെഫേഴ്സ് ടു വുഡ്സ് ഡെസ്പാച്ച് എന്നാണ് 1854. അതുപോലെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഈസ് എ മോഡേൺ ഇന്ത്യൻ പോളിസി. ഫസ്റ്റ് എപ്പോഴാണ് വന്നത്? 1968. ബാക്കി ഇയേഴ്സും കൂടെ നിങ്ങൾ പഠിച്ചേക്കണം. അപ്പോൾ ഇതിൽ ഓരോന്നും ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, ഇതിൻ്റെ ഇയറും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൻ്റെ സവിശേഷതകളും നിങ്ങൾ പഠിച്ചിരിക്കണം. എന്തൊക്കെ കോട്ട് വരുന്നുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുകയും വേണം കേട്ടോ. ഇനി അടുത്ത, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ടു ഇവാലുവേറ്റ് ദ ടീച്ചർ പെർഫോമൻസ്. നിങ്ങൾക്കറിയാം, അത് ആരും പഠിപ്പിച്ചു തരണ്ട, പഠിക്കണ്ട. സ്റ്റുഡൻറ് ഇവാലുവേഷൻ ആണോ, പിയർ ഇവാലുവേഷൻ ആണോ, സെൽഫ് ഇവാലുവേഷൻ ആണോ, പ്രിൻസിപ്പൽ ഇവാലുവേഷൻ ആണോ? എന്താണ്? സ്റ്റുഡൻറ് ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യം ഉറപ്പാണ് അല്ലേ? ഉറപ്പായിട്ടും വരും. ആ പാർട്ടും വളരെ കൃത്യമായിട്ട് പഠിക്കാം. NEPA സ്റ്റാൻഡ് ഫോർ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. എപ്പോഴും ഫുൾ ഫോം ചോദിക്കും. അബ്രിവിയേഷൻ ചോദിക്കാതെ ഒരു എക്സാം പോലും ഉണ്ടാകില്ല. 1-2 ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ഉണ്ടാകും കേട്ടോ. അടുത്ത് ബി എന്താണ്? ന്യൂ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷൻ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സി എന്താണ്? നാഷണൽ ഇന്നോവേറ്റീവ് എഡ്യൂക്കേഷൻ ഫോർ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഡി എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഉത്തരം എന്താണ് നിങ്ങൾക്ക് അറിയാം അല്ലേ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അബ്രീവിയേഷൻ മാക്സിമം കളക്ട് ചെയ്ത്, അതായത് സെറ്റ് എക്സാമിന് വരുന്ന എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന അബ്രീവിയേഷൻ കംപ്ലീറ്റ് കളക്ട് ചെയ്ത് പഠിച്ചോളണം. ഒപ്പം പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളതും എടുത്തോണം കേട്ടോ. ഇനി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും അതുപോലൊരു പാർട്ടാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ആസ് ഇറ്റ് celebrate diversity in the classroom, encourages strict discipline, include homogeneity in classroom from marginalized group. അടുത്ത ഡി എന്താണ്? includes teachers. എന്താണ്? ഇതും എല്ലാവർക്കും അറിയാവുന്നതാണ്. സെലിബ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ ദ ക്ലാസ് റൂം ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സും നിങ്ങൾ പഠിച്ചു പോകണം. അതുപോലെ PWD ആക്ട് പഠിക്കണം, RPWD ആക്ട് പഠിക്കണം. അതിൻ്റെ കീഴിൽ വരുന്ന, ആദ്യം PWD ആക്ട് വന്നപ്പോൾ 7 ഡിസബിലിറ്റീസ് ആണ് പറഞ്ഞിരുന്നത്. അത് ഏതൊക്കെയാണെന്ന് പഠിക്കണം. അതുപോലെ RPWD ആക്ട് എന്താണെന്ന് പഠിക്കണം, ഇയർ പഠിക്കണം, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പഠിക്കണം. ഏതൊക്കെ ഡിസബിലിറ്റീസാണ്? 21 അല്ലേ? രണ്ടാമത് 14 ചേർത്തു, അതും ഏതൊക്കെയാണെന്ന് പഠിക്കണം കേട്ടോ. എ സെൽഫ് കണ്ടെയ്ൻഡ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ഈസ് നോൺ ആസ് പ്രോഗ്രാം, ഫ്രെയിം, ക്യാപ്സ്യൂൾ, മൊഡ്യൂൾ. ഏതാണ്? മൊഡ്യൂളാണ് അല്ലേ? അത് നമുക്കറിയാം, അതും പഠിക്കേണ്ട ആവശ്യം ഇല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഫൈൻഡിങ് ദ സ്റ്റാറ്റസ് ഓഫ് സൊസൈറ്റി? സൊസൈറ്റിയുടെ സ്റ്റാറ്റസ് എങ്ങനെയാ? സർവേ, കേസ് സ്റ്റഡി, എക്സ്പെരിമെൻറ്റ്, ഒബ്സർവേഷൻ. എന്തായിരിക്കും സൊസൈറ്റിയിൽ? അത് സർവേ ആണ്, നമുക്കറിയാം അല്ലേ? സർവേ തന്നെയാണ്. കേസ് സ്റ്റഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ സൊസൈറ്റിയെ മൊത്തമായിട്ട് എടുത്തിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല അല്ലേ? ഇനി അപ്പോൾ അവിടെ സർവേ ആണ് ആൻസർ കേട്ടോ. ഇനി വാട്ട് ഡിസ്ക്രൈബ്സ് ദ ഫിനോമിനൻ ഓഫ് ദ എൻറ്റയർ വേൾഡ് ബിക്കമിങ് മോർ interconnected as the result of the propagation of media technologies throughout the world? വേൾഡ് വൈഡ് വെബ് ആണോ, ഗ്ലോബൽ വില്ലേജ് ആണോ, ഇൻ്റർനെറ്റ് ആണോ,
ഗ്ലോബലൈസേഷൻ ആണോ? IT പാർട്ടിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഗ്ലോബൽ വില്ലേജ് ആണ്. നിങ്ങൾക്കറിയാം ഇൻ്റർനെറ്റിൻ്റെ ഭാഗത്ത് IT ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ചോദിക്കും, പഠിക്കണം കേട്ടോ. അപ്പം നമ്മളിവിടെ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഈ 20 ക്വസ്റ്റ്യൻസിൽ നിന്നും ഏതൊക്കെ പാർട്ട് നോട്ട് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് ഇന്ന് തന്നെ പഠിക്കുക. ഇനി ഡേയ്സ് ഇല്ല, 30 ഡേയ്സ് മാത്രമാണ് നമുക്കുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ കുട്ടികളിവിടെ പഠിത്തം ആരംഭിച്ചു കഴിഞ്ഞു 30 ഡേയ്സിൻ്റെ. അല്ലാതെ നമ്മുടെ കുട്ടികളിവിടെ എക്സിസ്റ്റിംഗ് ബാച്ച് ഉണ്ട് കേട്ടോ. 120, 90, അതുപോലെ 75, 45 ബാച്ചുകാരൊക്കെ ആ ബാച്ച് റണ്ണിങ് ആണ്. വളരെ കൃത്യതയോടുകൂടി അവർ പഠിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസമേ ഉള്ളൂ എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും പഠിച്ചു തുടങ്ങാതിരിക്കരുത്. ഓപ്പർച്യൂണിറ്റികൾ നഷ്ടപ്പെടുത്തരുത്. നമുക്കിവിടെ ഒരു മെഗാ ഓഫർ ഉണ്ട് കേട്ടോ. സെറ്റ് 30 ഡേ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്ജക്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് 2027 ജാനുവരി വരെ എന്ത് ഫ്രീ ആയിരിക്കും? ജനറൽ പേപ്പർ സബ്ജക്റ്റ് ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല 15 മോഡൽ എക്സാംസ് ഉണ്ട്. അതായത് നിങ്ങൾ സെറ്റിന് എങ്ങനെയാണോ എഴുതുന്നത്, 120 മാർക്കിന് എങ്ങനെയാണോ എക്സാം എഴുതുന്നത് അതുപോലെ തന്നെയാണ്. അതായത് 10 ജനറൽ പേപ്പറിൻ്റെ എക്സാമും ഉണ്ടാകും, 5 നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ എക്സാമും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ സെറ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് അറിയാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കോഴ്സ് ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ അറിയാവുന്നതാണ്. വീക്കിലി 5 ലൈവ് സെഷൻസ് ആണ് നമുക്കിവിടെ പോകുന്നത്. 3 ജനറൽ പേപ്പറും 2 സബ്ജക്റ്റ് പേപ്പറും ആയിട്ടാണ് നിങ്ങൾ പഠിച്ചു പോകുന്നത്. അത് മാത്രമല്ല, അങ്ങനെ മാത്രമല്ല നിങ്ങൾ പോകുന്നത്, ലാസ്റ്റ് 15 ഡേ വരുമ്പോൾ ഡെയിലി ക്ലാസ്സുകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതായത് ഏകദേശം 3 മണിക്കൂറോളം ഞങ്ങൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് ലൈവ് തരും. ബാക്കി സമയം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ടെത്തി പഠിക്കണം. അപ്പോൾ എത്രത്തോളം മണിക്കൂറുകൾ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമോ, എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നുവോ അതായിരിക്കും നിങ്ങളുടെ ഇത്തവണത്തെ സെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് പഠിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ കൃത്യമായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസുമായി വീണ്ടും കാണാം. താങ്ക്